ഇത്തവണത്തെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ ശശി തരൂരിനാണ്. തികച്ചും ഉചിതമായ തീരുമാനമാണിത്. ലോകവേദികളിൽ മലയാളത്തിൻ്റെ കരുത്തും ശബ്ദവും എത്തിച്ച വ്യക്തിത്വമാണ് ശശി തരൂരിൻ്റേത്. ലോകമറിയുന്ന എഴുത്തുകാരൻ, ഐക്യരാഷ്ട്രസഭയിലടക്കം പ്രവർത്തിച്ച് വലിയ അനുഭവപരിചയമുള്ള നയതന്ത്രജ്ഞൻ, ഈ നിലകളിലെല്ലാം പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവികൾ അലങ്കരിച്ചപ്പോഴും ഇപ്പോൾ പാർലമെന്റ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നാടിനോട് അളവറ്റ കൂറ് പുലർത്തുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധനാണ് അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും വൈവിധ്യത്തെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ശരിയായ ചിത്രം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വിജ്ഞാനവും വാഗ്മിതയും കൈകോർക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി പുതിയ തലമുറക്ക് മാതൃകയാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിലും നമ്മുടെ നാടിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കുന്നതിലും അദ്ദേഹം കാണിക്കുന്ന താൽപ്പര്യം എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയമായി വിരുദ്ധ ചേരികളിൽ പ്രവർത്തിക്കുമ്പോഴും നാടിൻ്റെ വികസനത്തിനായി കൈകോർക്കുക എന്നതാണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടുന്ന പരമമായ കർത്തവ്യം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി അന്ധമായി വിമർശിക്കുക എന്നതാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പൊതുവായ രീതി. നമ്മുടെ നാടിൻ്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെക്കലാണ് പ്രതിപക്ഷ ധർമ്മം എന്നാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതാണോ ശരി? സർക്കാരിനും ചില പോരായ്മകൾ സംഭവിക്കും. അങ്ങനെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള സഹകരണമാണ് ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഇക്കാര്യത്തിൽ ശ്രീ ശശി തരൂർ ക്രിയാത്മകമായ നിലപാടാണ് പൊതുവെ പുലർത്തി വരുന്നത്. അതുതന്നെയാണ് മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഈ സന്ദർഭത്തിൽ ന്യൂസ് 18 കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തനം എന്നത് കേവലം വാർത്തകൾ നൽകുന്നതിലപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം കൂടിയാകണം. ആ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിറവേറ്റാൻ ന്യൂസ് 18 ശ്രമിക്കുന്നുവെന്നത് സന്തോഷകരമാണ്.